സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസ എന്ന പെരുങ്കള്ളിയുടെ കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ് കൺമണി. കൃഷിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിനന്ദന പ്രവാഹവും അവൾക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പങ്ങളൊക്കെ തീർന്നെന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിപ്പിക്കുമ്പോഴാണ് വേറൊരു പ്രശ്നം അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വേറൊന്നുമല്ല, ആ സ്മഗ്ലേഴ്സ് തന്നെ. അവരൊരു ദിവസം കൺമണിയുടെ വീട്ടിലെത്തി മനോജിനെ ധനലക്ഷ്മിയോട് അന്വേഷിക്കുന്നുണ്ട്. ധനലക്ഷ്മിയാണെങ്കിൽ അഴയിലിടാൻ കൊണ്ടുപോയ തുണിയും അവിടെയിട്ട് അച്ഛാന്ന് വിളിച്ച് അകത്തേക്ക് ഓടുകയാണ്. മനോജ് അവിടെ ഉണ്ടായിരുന്നില്ല. ശ്രീനിയും സുലോചനയും അകത്ത് നിന്ന് വരുന്നുണ്ട്. ഗുണ്ടകൾ അവരെയും ഭീഷണിപ്പെടുത്താണ്. സുലോചന കൺമണിയെ വിളിക്കുകയാണ്. ഇങ്ങനെ സ്മഗ്ലേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വേഗം വരാനും പറയുന്നുണ്ട്. കൊല്ലുമെന്നൊക്കെ സ്മഗ്ലേഴ്സ് ശ്രീനിയോട് പറയുന്നുണ്ട് കേട്ടോ. കുടുംബത്തിനോട് ഒന്നടങ്കം. അമ്മായിയോട് കൺമണി ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടിരിക്കുകയാണെന്ന് പറയാണ്. അവരൊന്ന് കേട്ടതും കൺമണിയും പേടിക്കുന്നുണ്ട്. അവരെങ്ങാനും അച്ഛനെയും മറ്റുള്ളവരെയും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ അവർക്ക്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവരെന്ന് കൺമണിക്കറിയാം. നമുക്ക് പോലീസിനെ വിളിക്കാമെന്നും സ്മഗ്ലേഴ്സ് അച്ഛനെയും അമ്മായിയെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണെന്നൊക്കെ കൺമണി പറയുമ്പോൾ, എന്തിനാ പോലീസ്, എനിക്ക് അവരെ ഒന്ന് കാണണം, കണക്കൊക്കെ ഞാൻ തീർത്തു കൊടുത്തോളാം എന്ന് പറയാണ് കൃഷ. ആ സമയത്ത് മനോജ് വീട്ടിലെത്തുന്നുണ്ട്. മനോജ് അവർക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ചായപ്പോൾ അയാൾക്കും നിൽക്കക്കള്ളി ഇല്ലാതാവുന്നുണ്ട്. മനോജിനെ അവർ നന്നായിട്ട് കുടയുന്നുണ്ട്. ശ്രീനിക്കും സുലോചനയ്ക്കും ധനലക്ഷ്മിക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനേ കഴിയുമായിരുന്നുള്ളൂ. ഒരു ഗുണ്ട മനോജിനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. മറ്റൊരു ഗുണ്ട അയാളുടെ കഴുത്ത് ഞെരിക്കാനും പോകുന്നതുമായിട്ടുള്ള സമയത്താണ് കൃഷി കൺമണിയും അവിടെ എത്തുന്നത്. കൃഷി അവരെ പറപ്പിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.